സാധനം എല്ലാം റെഡിയാക്കി. അച്ഛാ അച്ചോ എവിടെ പോയി കിടക്കും? ചോ പകല് കിടന്ന് പൂക്കുറ്റി ഉറക്കും, രാത്രിയാകുമ്പോൾ ഉറക്കമില്ലാതെ വെളിവില്ലാണ്ട് ഇറങ്ങി നടക്കുകയും ചെയ്യും. മരുന്ന് കൊടുത്ത് മടുത്ത്. ഇനി മന്ത്രത്തിലാണ് ആകെ ഉള്ളൊരു പ്രതീക്ഷ. ഞങ്ങളൊരു അമ്മാവനുണ്ട് വകയിൽ. പുള്ളിയാണെങ്കിൽ വെച്ചാരാധനയൊക്കെ ഉള്ള. അമ്മാവൻ വന്നാൽ ചിലപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. കാരണം അമ്മാവന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആത്മാക്കളാ. അമ്മാവൻ എത്തിയല്ല. അതായത് അച്ഛന്റെ അല്ല അച്ഛന്റെ കാര്യം ഞങ്ങളൊന്ന് പറയട്ടെ, അതൊന്ന് കേക്കാവോ? എന്നാ അമ്മാവൻ പറ, ഞാൻ കേക്കാം. എടാ നിന്നോടല്ല, രണ്ട് ആത്മാക്കൾ അവിടെ വന്നിട്ട് അവരോട് സംസാരിച്ചതാ. ആരാന്ന് ചോദിക്കി. ഇപ്പൊ ആരൊക്കെയാ വന്നാക്കണത്? ഭാർഗവൻ ഞങ്ങൾ മരിച്ചു വല്ലിച്ചനല്ലേ വന്നിട്ടുണ്ട്. ഓ സമാധാനം. വെളിച്ചനും കൂടെ നീങ്ങിയേക്ക. നെക്സ്റ്റ് കാരംകൂട്ടിൽ ഏലിയാസ്. അവരോട് വന്നോണ്ടാ അടിച്ചതിനകത്ത് കയറ്റില്ല. ഞാൻ വല്ലിച്ചൻ ജീവിച്ചത് വല്ലിച്ചനെ പറ്റി ചെന്നവനാ. ഇപ്പൊ ഓസിന് തിന്നാൻ കിട്ടിയപ്പോ വന്ന് കയറിയിരിക്കുക. കേട്ടോടാ ഏലിയാസ്, നാണമുണ്ടോടാ നക്കി ചത്താലും പണിയെടുത്ത് തിന്നൂലെന്ന് പറഞ്ഞു കിടക്കാണല്ലേ വെളിച്ചനോടേക്ക. നീ പുറത്ത്, നീ ഇങ്ങോട്ട് കിടക്കരുത്, മനസ്സിലായോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നെ നിങ്ങളെ കൂടാതെ ഈ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? 4 പല്ലി 8 പാറ്റ, വൈകുന്നേരം വരുന്ന 2 എലി. ഞാനിവിടെ പാറ്റാച്ചോക്ക് വെക്കാൻ വന്നതല്ല. കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് പറയാവോ? അച്ഛൻ എഴുന്നേറ്റ് നടക്കണമെന്നേ. എടാ നടന്നോട്ടെ, നിനക്ക് തളർന്നു കിടക്കണതാണോ ഇഷ്ടം? അതല്ലെന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കണം. എടാ കാല് കെട്ടിയിടണം. കാല് കെട്ടിട്ട് എന്നിട്ടാ അപ്പൊ ഈ ചങ്ങാതി കയ്യും കുത്തി നടക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ പിടിച്ചു പോലെ സർക്കസിലും വിൽക്കണ്ടേ? എന്ത് കാര്യത്തിൽ? 10 രൂപയുടെ കാശ് നിനക്ക് കിട്ടിയ കഴിക്കോ? അതല്ല അച്ഛനെ ഒരു ലക്ഷ്യമില്ലാത്ത പോക്കാന്ന്. കഴിഞ്ഞ ദിവസം തെക്കേ വീട്ടിലെ തങ്കമണി ചേച്ചി, അവരാണെങ്കിൽ ആണും തുണയില്ലാത്ത ഒരു സ്ത്രീ. അവര് വെളുപ്പിന് പശുവിനെ കിടക്കാൻ തൊഴുത്തി ചെന്നപ്പം അച്ഛൻ ഒരു വെളിവില്ലാണ്ട് ബോധമില്ലാണ്ട് അവിടെ കിടക്കണം. ഇതാരെ ലക്ഷ്യമില്ലെന്ന് പറഞ്ഞു? നല്ല ലക്ഷ്യം വെച്ചിട്ട് തന്നെ നിന്റെ അച്ഛൻ നടക്കുന്നത് അറിയാമോ? അതല്ലെന്ന് ഇനി അമ്മാവൻ പറഞ്ഞോട്ട് ഇനി ആത്മാക്കൾ വിളിച്ചിറക്കൊണ്ട് പോണതാണോ? ഇത് ആത്മാക്കൾ വിളിച്ചിറക്കണല്ല, നിന്റെ അച്ഛൻ ആത്മാർത്ഥമായിട്ട് തന്നെ പോണതാ. അതുപോലെ വേറൊരു ദിവസം കിഴക്കേ വീട്ടിലെ രാധ ചേച്ചി, അവരും ആണും തുണിയില്ലാതെ ജീവിക്കുമായിരിക്കും. നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ നീയാണല്ലോ രാത്രി ഇറങ്ങി നടക്കേണ്ടത്. ഇതെന്താ ഈ കാണിക്കുന്നേ? നാടൻ കൊണ്ടത് കാല് വരച്ചതാ. ആ കളത്തില് ഞാൻ നിന്നിട്ട് തുള്ളിക്കും. എന്നിട്ട് ഇത് വേറെ ആരെങ്കിലും കാണിച്ചായിരുന്നോ? കളം വരക്കണതല്ല, നിന്റെ അച്ഛനെ വേറെ ആരെങ്കിലും കാണിച്ചു. എന്നിട്ട് സംക്രാന്തിസ്റ്റ് എന്ത് പറഞ്ഞു? ആ സോമൻ ആംബുലൻസ് ഉണ്ടെങ്കിൽ ഈ തൈക്കളവൻ എന്തിനാ ഇറങ്ങി നടക്കണേ? അവൻ രാത്രി വണ്ടി ഓടിച്ച് നടന്നോളൂല്ലേ? ഇത് രോഗമാന്നാ പറഞ്ഞത്. ഇത് രോഗമല്ല, വയസ്സാം കാലത്ത് നിന്റെ അച്ഛന് കിട്ടിയ ഒരു യോഗമാ. പിന്നെ വെല്ലിച്ചിന്റെ ആത്മാവിലൂടെ സംസാരിച്ചിരുന്ന. അപ്പൊ ആത്മാവ് പറഞ്ഞത് ഈ ആത്മാക്കൾക്ക് സന്തോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഒരു കാര്യം ചെയ്താലോ, ഈ ആത്മാവിനെ വിളിച്ച് നമുക്ക് വീഗാലാൻഡ് ഒരു ടൂർ അങ്ങ് പ്ലാൻ ചെയ്താലോ? നല്ല സന്തോഷം. എന്നാ ദുബായ് എക്സ്പോ നടക്കണ്ട്, സമയം കിട്ടണമെങ്കിൽ അതും കൂടി ഒന്ന് കൊണ്ടേ കാണിക്കാവോ? അത് കൊള്ളാല. പക്ഷെ ഈ ആത്മാക്കളൊക്കെ കടൽ കടന്ന് പോകൂ. ആത്മാക്കള് കടൽ നടക്കുമെന്ന് അറിയില്ല. ഇങ്ങനെ വിടുവാത്തരം പറഞ്ഞാൽ നിന്റെ കൊടലി ഞാനെടുക്കും, മനസ്സിലായോ? എടാ കള്ളും വെള്ളമൊക്കെ വെച്ചിട്ട് അവർക്ക് വീത് വെക്കണം. പണ്ടച്ഛൻ ചെയ്യുമായിരുന്നു. പണ്ടച്ഛനോ? അതല്ലെന്ന് എന്റെ കുഞ്ഞിലെ ഈ സന്ധ്യ സമയത്ത് ഇറച്ചിയും കള്ളും മീനൊക്കെ ഇങ്ങനെ വെക്കും. ഈ സമയത്ത് ഒരു കറുത്ത രൂപം വന്ന് ഇറച്ചി മീനൊക്കെ തിന്നിട്ട് പോകും. അപ്പൊ അച്ഛൻ ഈ രൂപത്തോട് പറയും, ചുമ്മാ അങ്ങനെ കഴിച്ചിട്ട് പോയാൽ പോരാ, ഇടയ്ക്ക് ഈ കുടുംബത്തെ കാര്യം കൂടി അന്വേഷിക്കണമെന്ന്. പിന്നെ തോമാസിന്റെ വീട്ടിലെ കറുത്ത പട്ടിയല്ല ഈ കുടുംബത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാ. നിന്നോട് ഇവിടെ നിൽക്കാനാണോ പറഞ്ഞേ? പുറത്തു പോടാ. നീ എവിടെ പോണേ? പുറത്തു പോകാൻ പറഞ്ഞു. നിന്നോടല്ല, ഏലിയാസോട് ശർക്കര ഇരുന്നോ? നിന്നോട് ഇവിടെ നിൽക്കാനാണോ പറഞ്ഞേ? പുറത്തു പോകാൻ പറഞ്ഞോ? എടാ പിന്നീത് വന്ന് കുത്തലോടാ നാറി. പറൂര് മാർക്കറ്റിൽ വന്ന് ചോദിച്ചാ മതി. എടാ നല്ല ഇടിയാനിടിക്കും. അയ്യോ എടാ കല്ലെടുത്ത് നോക്കണ്ട. പിന്നെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഈ ചടങ്ങ് അങ്ങോട്ട് പെട്ടെന്ന് ഇതാർക്ക് തിന്നാനാ? ആത്മാക്കൾക്ക് കഴിക്കാൻ. എടാ ട്രെൻഡ് മാറി. ആത്മാക്കൾക്ക് ഇപ്പൊ കുഴിമന്തി ചട്ടിച്ചോറ് ഇതൊക്കെ പിസ ഇല്ലാന്ന് പറഞ്ഞ് നിന്റെ വെല്ലിച്ചം മാറിയിരിക്കണേ. എന്റെ പൊന്നു വല്ലിച്ചോ. അതല്ല ഇവിടെ എന്റെ പൊന്നു വല്ലിച്ചോ, ഞാൻ ഓൺലൈനിൽ എത്തിച്ചു തരാം. ഒന്ന് വിളിക്കാവോ? വെല്ലിച്ച പറഞ്ഞില്ലേ? അയ്യോ ഇവിടെ പറഞ്ഞില്ല, കഴിക്കല് തുടങ്ങി. അപ്പൊ സന്തോഷമായിട്ടുണ്ട്. വയ്ക്കോ, ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ല. വെളിച്ചന് കിട്ടാനുള്ളത് വെളിച്ചന് കിട്ടി, നിനക്ക് കിട്ടാനുള്ളത് ഈ പോക്കാണെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടും. പക്ഷെ എനിക്ക് കിട്ടാനുള്ളത് ഇവിടെ നിന്ന് തന്നെ കിട്ടും. പറഞ്ഞ പോലെ 25,000 തികച്ചുണ്ട്. സന്തോഷം. ഇനി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതൊന്നും നടക്കൂല. നടക്കൂലേ? അല്ല അതല്ല, നിന്റെ അച്ഛൻ എഴുന്നേറ്റ് നടക്കൂലേ? ആദ്യം ഇനി ഇവിടെ നടക്കൂല. സമാധാനായി പോയിക്കോട്ടെ. ചോദിക്കണോണ്ടൊന്നും തോന്നരുത്. ഇത് ഞാൻ തരൂല. അഥവാ അച്ഛൻ എഴുന്നേറ്റ് നടന്നാലോ? അഥവാ അച്ഛൻ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാ
2500 ഉണ്ടാവും, പിടിച്ചോ. ഇതെന്ത് കാര്യത്തിന്? ഞാൻ നിന്റെ അച്ഛൻ കിടക്കണ മുറി കണ്ട ആ സാരിത്തുണി മാറ്റിയിട്ട് അവിടെ ഒരു കഥവും ഫ്രണ്ടിൽ നിന്ന് ഒരു കുളത്തും വെച്ചാൽ ഈ മൃഗത്തെ കടന്നൊരു ജന്മത്തെ എഴുന്നേറ്റ് നടക്കോ? അത് ശരിയാണല്ലോ. അത് ശരിയാണല്ലോ എന്നല്ല, അതാണ് ശരി. ഓ എന്റെ പോലെ ലെവല് സാധനം